ഒരു വിമാനമുണ്ടാക്കാൻ എത്ര ദിവസമെടുക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 1000 കോടിയിലധികം വിലയുള്ള ഒരു പാസഞ്ചർ വിമാനം ഒരൊറ്റ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതല്ല. അതിൻ്റെ ചിറക് ഒരു രാജ്യത്ത്, എൻജിൻ മറ്റൊരു രാജ്യത്ത്, ബോഡി വേറൊരു രാജ്യത്ത്. പക്ഷേ ഇത്രയും വലിയ ഭാഗങ്ങൾ ഒരിടത്തെത്തിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരു വിമാനം അസംബിൾ ചെയ്യാൻ ആഴ്ചകളോ മാസങ്ങളോ മതി. പക്ഷേ എയർലൈന് പണം കൊടുത്തിട്ടും ചിലപ്പോൾ വർഷങ്ങളോളം വിമാനം കിട്ടാത്തത് എന്തുകൊണ്ടായിരിക്കും? ഒരു പാസഞ്ചർ വിമാനം യഥാർത്ഥത്തിൽ എങ്ങനെ ജനിക്കുന്നു? നമുക്ക് നോക്കാം. ഒരു പുതിയ വിമാനം നിർമ്മിക്കുന്നത് ഒരു ഫാക്ടറി തുടങ്ങുന്നില്ല, ഒരു ആശയത്തിലാണ് തുടങ്ങുന്നത്. എയർബസും ബോയിങ്ങും ആദ്യം ലോകമെമ്പാടുമുള്ള എയർലൈൻസിൻ്റെ ആവശ്യം പഠിക്കുന്നു. കൂടുതൽ പാസഞ്ചേഴ്സ് ആണോ, കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻസി ആണോ, അതോ കൂടുതൽ റേഞ്ച് ആണോ? അതനുസരിച്ചാണ് പുതിയ എയർക്രാഫ്റ്റിൻ്റെ കോൺസെപ്റ്റ് രൂപപ്പെടുന്നത്. അതിനുശേഷം ആയിരക്കണക്കിന് എഞ്ചിനീയേഴ്സ് വർഷങ്ങളോളം ഡിസൈൻ തയ്യാറാക്കുന്നു. ഓരോ വിങ്സും, ഓരോ ബോൾട്ടും, ഓരോ സിസ്റ്റവും അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ സിമുലേഷൻസിലും വിൻഡ് ടണൽ ടെസ്റ്റിലും വീണ്ടും പരിശോധിക്കും. ഡിസൈൻ വിജയിച്ചാലും വിമാനം ഉടനെ ആകാശത്തേക്ക് പോകില്ല. കർശനമായ സർട്ടിഫിക്കേഷൻ ടെസ്റ്റ് പാസ്സായതിനു ശേഷമാണ് കൊമേഴ്ഷ്യൽ സർവീസിന് അനുമതി ലഭിക്കുന്നത്. പക്ഷേ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇനി തുടങ്ങുകയാണ്. ഇത്ര വലിയൊരു വിമാനത്തിൻ്റെ വിങ്സ്, ഫ്യൂസലാജ്, എൻജിൻസ്, ലാൻഡിംഗ് ഗിയർ ഇവയെല്ലാം ശരിക്കും ഒരേ ഫാക്ടറിയിലാണോ നിർമ്മിക്കുന്നത്? അല്ലെങ്കിൽ ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുമാണോ ഇത് എത്തുന്നത്? ഒരു പാസഞ്ചർ വിമാനം ഒരിടത്ത് നിർമ്മിക്കുന്നതല്ല, ലോകത്തിൻ്റെ പല രാജ്യങ്ങളായാണ് അതിൻ്റെ ഓരോ ഭാഗവും ജനിക്കുന്നത്. ആദ്യം വിങ്സ്. ഇവ പ്രത്യേക ഫാക്ടറികളിൽ അതീവ കൃത്യതയോടെ നിർമ്മിക്കുന്നു. തുടർന്ന് ഫ്യൂസലാജ് സെക്ഷൻസ്, കോക്പിറ്റ്, ടെയിൽ, ലാൻഡിംഗ് ഗിയർ, ക്യാബിൻ ഇൻറ്റീരിയേഴ്സ്, സീറ്റ്സ് എന്നിവ ഓരോ കമ്പനികളും പ്രത്യേകം നിർമ്മിക്കും. എഞ്ചിനുകൾ പോലും എയർക്രാഫ്റ്റ് കമ്പനി തന്നെയല്ല പലപ്പോഴും നിർമ്മിക്കുന്നത്. GE എയറോസ്പേസ്, റോൾസ് റോയ്സ്, പ്രാറ്റ് ആൻഡ് വിറ്റ്നി പോലുള്ള ലോക പ്രശസ്ത എഞ്ചിൻ മാനുഫാക്ചേഴ്സാണ് അവ നിർമ്മിക്കുന്നത്. അതായത് ഒരു വിമാനം യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി നിർമ്മിക്കപ്പെടുന്ന ഒരു എഞ്ചിനീയറിംഗ് മാസ്റ്റർ പീസാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഒരു എയർക്രാഫ്റ്റ് വിങ്സിൻ്റെ നീളം പല മോഡലുകളിലും 30 മീറ്ററിലധികം വരും. ചില വൈഡ് ബോഡി എയർക്രാഫ്റ്റുകളിൽ അതിലും കൂടുതലാണ്. ഇത് സാധാരണ ട്രക്കിലോ കാർഗോ പ്ലെയിനിലോ കൊണ്ടുപോകാൻ പോലും എളുപ്പമല്ല. പിന്നെ ഈ ഭീമൻ ഭാഗങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഫൈനൽ അസംബ്ലി ഫാക്ടറിയിൽ എത്തിക്കുന്നത് എങ്ങനെയാണ്? അതാണ് ഇനി കാണാൻ പോകുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഏവിയേഷൻ ലോകത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാഴ്ചകളിലൊന്നാണ്. ഒരു വിമാനം നിർമ്മിക്കാൻ മറ്റൊരു വിമാനം വേണം. അതെ, ഇവ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന എയർക്രാഫ്റ്റ് അല്ല. വിമാനങ്ങളുടെ വിങ്സ്, ഫ്യൂസലാജ് സെക്ഷൻസ്, ടെയിൽ പോലുള്ള ഭീമൻ ഭാഗങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ മാത്രം രൂപകൽപ്പന ചെയ്ത സ്പെഷ്യൽ കാർഗോ എയർക്രാഫ്റ്റുകളാണ്. എയർബസ് തന്റെ ബെലൂഗ XL ഉപയോഗിച്ച് യൂറോപ്പിലെ വിവിധ ഫാക്ടറികളിൽ നിർമ്മിച്ച എയർക്രാഫ്റ്റ് പാർട്സ് ഫൈനൽ അസംബ്ലി ലൈനിലേക്ക് എത്തിക്കുന്നു. അതിൻ്റെ വിശാലമായ കാർഗോ ഹോൾഡ് കാരണം സാധാരണ കാർഗോ എയർക്രാഫ്റ്റുകൾക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത വലുപ്പമുള്ള അത്രയും ഭാഗങ്ങളും ബെലൂഗ XLൽ എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാം. മറുവശത്ത് ബോയിങ് 787 ഡ്രീം ലൈനർ തൻ്റെ വലിയ കോമ്പോസിറ്റ് ഫ്യൂസലാജ് സെക്ഷൻ എത്തിക്കുന്നത് ഡ്രീം ലിഫ്റ്ററിലാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ ബോയിങ് 747 പോലെ തോന്നുമെങ്കിലും അതിൻ്റെ കാർഗോ സെക്ഷൻ പൂർണ്ണമായും പുനരൂപകൽപ്പന ചെയ്തതാണ്. ചില പ്രത്യേക ഓവർസൈസ്ഡ് കാർഗോകൾക്കായി ലോകത്ത് മറ്റ് ഹെവി ലിഫ്റ്റ് എയർക്രാഫ്റ്റുകളും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എയർബസിൻ്റെ ബെലൂഗ XLും ബോയിങ്ങിൻ്റെ ഡ്രീം ലിഫ്റ്ററും ഇന്നും എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ലോജിസ്റ്റിക്കിൻ്റെ ബാക്ക് ബോൺ ആണ്. അപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നെത്തിയ ഈ വലിയ ഭാഗങ്ങൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഒരു പൂർണ്ണ പാസഞ്ചർ വിമാനമായി മാറുന്നത് എങ്ങനെയാണ്? നമുക്ക് നോക്കാം. ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ ഈ ഭീമൻ കമ്പോണൻസ് ഇപ്പോൾ ഒരിടത്തൊന്നിക്കുന്നു. അതാണ് ഫൈനൽ അസംബ്ലി ലൈൻ. ഇവിടെയാണ് ഒരു പാസഞ്ചർ എയർക്രാഫ്റ്റ് യഥാർത്ഥത്തിൽ രൂപം കൊള്ളുന്നത്. ആദ്യം ഫ്യൂസലാജ് സെക്ഷൻസ് മില്ലിമീറ്റർ ലെവൽ പ്രിസിഷനിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. തുടർന്ന് വിങ്സ്, വെർട്ടിക്കൽ ടെയിൽ, ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ എന്നിവ ഘടിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ബോയിങ് 787 ഡ്രീം ലൈനറിൽ ഏകദേശം 2.3 മില്യൺ പാർട്സ് ഉണ്ട്. ഇവയെല്ലാം കൃത്യമായ സ്ഥാനത്ത് കൃത്യമായ ക്രമത്തിൽ ഘടിപ്പിക്കണം. പക്ഷേ ഇത് റോബോട്ട്സ് മാത്രം ചെയ്യുന്ന ജോലിയല്ല. അഡ്വാൻസ്ഡ് റോബോട്ടിക് സിസ്റ്റവും ആയിരക്കണക്കിന് സ്കിൽഡ് എഞ്ചിനീയേഴ്സും ചേർന്നാണ് വയറിംഗ്, ഹൈഡ്രോളിക് സിസ്റ്റംസ്, ഫ്യൂവൽ ലൈൻ, കോക്പിറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ലാൻഡിംഗ് ഗിയർ, ഒടുവിൽ ജെറ്റ് എഞ്ചിൻ വരെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒരു ചെറിയ വയറിംഗ് കണക്ഷൻ തെറ്റിയാലും മുഴുവൻ എയർക്രാഫ്റ്റും വീണ്ടും പരിശോധിക്കേണ്ടി വരാം. അത്ര കർശനമായ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിലാണ് ഓരോ വിമാനവും നിർമ്മിക്കുന്നത്. പക്ഷെ ഇത്രയും ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് പൂർത്തിയാക്കിയാൽ വിമാനം ഉടൻ പാസഞ്ചേഴ്സിനൊപ്പം പറക്കുമോ? ഇല്ല. യഥാർത്ഥ പരീക്ഷണം അതിനുശേഷമാണ് തുടങ്ങുന്നത്. ഇനി അതിന് സ്വന്തമായ ഒരു വ്യക്തിത്വം ലഭിക്കുന്ന ഘട്ടമാണ്. ആദ്യം എയർക്രാഫ്റ്റിന് പ്രത്യേക പെയിന്റ് ജോബ് നൽകുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ലോകത്തിലെ ഭൂരിഭാഗം പാസഞ്ചർ എയർക്രാഫ്റ്റുകളും എന്തുകൊണ്ടാണ് വെള്ള നിറത്തിലുള്ളത്? കാരണം വൈറ്റ് പെയിന്റ് സൂര്യപ്രകാശത്തു നിന്നുള്ള ചൂട് കുറച്ച് ആഗിരണം ചെയ്യുന്നു. ചെറിയ കേടുപാടുകളും ചോർച്ചകളും എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കും. കൂടാതെ റീപെയിന്റ് ചെയ്യുമ്പോൾ ചെലവും സമയവും കുറയും. അതിനുശേഷം എയർലൈൻ്റെ ലോഗോ, ലിവറി, രജിസ്ട്രേഷൻ എന്നിവ ചേർക്കുന്നു. പിന്നീട് ക്യാബിൻ്റെ ഉള്ളിൽ എക്കോണമി, ബിസിനസ്, ചില വിമാനങ്ങളിൽ ഫസ്റ്റ് ക്ലാസ് സീറ്റ്സ്, ഗാലീസ്, ലാവട്ടറീസ്,
ഓവർഹെഡ് ബിൻസ് എന്നിവയും സ്ഥാപിക്കുന്നു. ഒടുവിൽ കോക്പിറ്റിൽ നൂറുകണക്കിന് സ്വിച്ചസ്, ഡിസ്പ്ലേസ്, ഫ്ലൈറ്റ് കമ്പ്യൂട്ടേഴ്സ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എന്നിവ ഇൻസ്റ്റാൾ ചെയ്ത് ഓരോ സംവിധാനവും ഒന്നൊന്നായി പരിശോധിക്കുന്നു. ഇപ്പോൾ വിമാനം പൂർണ്ണമായി നിർമ്മിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരു യാത്രക്കാരനെ കയറ്റുന്നതിന് മുമ്പ് അതിന് ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങൾ വിജയിക്കണം. ആദ്യം എഞ്ചിൻ റൺ ടെസ്റ്റ്. 2 എഞ്ചിനുകളും വിവിധ പവർ സെറ്റിംഗുകൾ പ്രവർത്തിപ്പിച്ച് വൈബ്രേഷൻ, ടെമ്പറേച്ചർ, ഫ്യൂവൽ ഫ്ലോ, ഇലക്ട്രോണിക് സിസ്റ്റം എന്നിവ കൃത്യമായി പരിശോധിക്കുന്നു. അതിനുശേഷം ടാക്സി ടെസ്റ്റ്. വിമാനം റൺവേയിൽ വിവിധ വേഗതകളിൽ ഓടിച്ച് ബ്രേക്സ്, ലാൻഡിംഗ് ഗിയർ, ഫ്ലൈറ്റ് കൺട്രോൾസ് എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കും. എല്ലാം ശരിയായാൽ വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം എത്തുന്നു, ഫസ്റ്റ് ഫ്ലൈറ്റ്. ടെസ്റ്റ് പൈലറ്റ്സ് മണിക്കൂറോളം ആകാശത്ത് വിമാനം വിവിധ സാഹചര്യങ്ങളിൽ പരീക്ഷിക്കും. ഹാൻഡ്ലിംഗ്, ഓട്ടോ പൈലറ്റ്, നാവിഗേഷൻ സിസ്റ്റംസ്, എമർജൻസി പ്രൊസീജിയേഴ്സ്, ഹൈ സ്പീഡ് ബ്രേക്കിംഗ് തുടങ്ങി നൂറുകണക്കിന് കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് വിമാനം സുരക്ഷിതമാണെന്ന് സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം എയർലൈൻ്റെ സ്വന്തം പൈലറ്റ്സും എഞ്ചിനീയേഴ്സും എയർക്രാഫ്റ്റ് പരിശോധിക്കുന്ന കസ്റ്റമർ ആക്സെപ്റ്റൻസ് ഫ്ലൈറ്റ് നടക്കും. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാൽ മാത്രമാണ് വിമാനം ഔദ്യോഗികമായി എയർലൈന് കൈമാറുന്നത്. ഒരു എയർലൈനിൽ നിന്ന് ഒരു പുതിയ വിമാനം ഓർഡർ ചെയ്താൽ അത് അടുത്ത മാസം എത്തില്ല. ചിലപ്പോൾ 4 മുതൽ 8 വർഷം വരെ. ചില മോഡലുകൾക്ക് അതിലും കൂടുതൽ കാത്തിരിക്കേണ്ടി വരാം. പക്ഷെ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ആദ്യ കാരണം ഓർഡർ ബാക്ക്ലോഗ്. എയർബസിനും ബോയിങ്ങിനും ആയിരക്കണക്കിന് വിമാനങ്ങളുടെ ഓർഡേഴ്സ് ഇതിനകം തന്നെ ബാക്കിയുണ്ട്. ഓരോ എയർലൈനും പ്രൊഡക്ഷൻ സ്ലോട്ട് ലഭിക്കുന്ന ക്രമത്തിലാണ് നിർമ്മാണം നടക്കുന്നത്. രണ്ടാമത്തെ കാരണം എഞ്ചിൻ സപ്ലൈ. GE എയറോസ്പേസ്, റോൾസ് റോയ്സ്, പ്രാറ്റ് ആൻഡ് വിറ്റ്നി തുടങ്ങിയ കമ്പനികളിൽ നിന്നുള്ള എഞ്ചിൻ ഡെലിവറി വൈകിയാൽ പൂർണ്ണമായി നിർമ്മിച്ച എയർക്രാഫ്റ്റ് പോലും ഡെലിവറി കാത്തിരിക്കേണ്ടി വരും. മൂന്നാമത്തേത് എയർലൈൻ കസ്റ്റമൈസേഷൻ. ഓരോ എയർലൈനും സ്വന്തം ക്യാബിൻ ലേഔട്ട്, സീറ്റ്സ്, ഇൻഫ്ലൈറ്റ് എൻ്റർടൈൻമെൻറ്റ്സ്, വൈഫൈ, ഗാലീസ്, ബ്രാൻഡിംഗ് എന്നിവ വ്യത്യസ്തമാണ്. ഈ കസ്റ്റമൈസേഷൻ പൂർത്തിയാക്കിയ ശേഷമാണ് ഡെലിവറി നടത്തുന്നത്. എല്ലാ പരിശോധനകളും കഴിഞ്ഞാൽ എയർലൈൻസിൻ്റെ പൈലറ്റ്സ് വിമാനം ഏറ്റുവാങ്ങി അതിൻ്റെ പുതിയ ഹോം എയർപോർട്ടിലേക്ക് ഡെലിവറി ഫ്ലൈറ്റ് നടത്തും. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു എയർലൈൻ കോടിക്കണക്കിന് രൂപ നൽകി ഓർഡർ ചെയ്ത വിമാനം അവസാന നിമിഷം വേണ്ടെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ആ എയർലൈൻ പാപ്പരായാൽ? അങ്ങനെയുള്ള വിമാനങ്ങൾ ചിലത് മാസങ്ങളോളം നിർമ്മാതാവിൻ്റെ സ്റ്റോറേജിൽ കാത്തുകിടക്കും. ചിലത് മറ്റൊരു എയർലൈൻസ് വാങ്ങും. ചിലത് ലീസിംഗ് കമ്പനീസ് ഏറ്റെടുത്ത് ലോകത്തിലെ മറ്റൊരു ഭാഗത്തുള്ള എയർലൈൻസിൽ ലീസ് ചെയ്യും. അതിനുശേഷം പഴയ എയർലൈൻ്റെ ലോഗോ മുഴുവൻ നീക്കം ചെയ്യും. ക്യാബിൻ വീണ്ടും മാറ്റി നിർമ്മിക്കും. പുതിയ സീറ്റ്സ്, പുതിയ ലിവറി, പുതിയ രജിസ്ട്രേഷൻ. ഒടുവിൽ അതൊരു പുതിയ തിരിച്ചറിയലോടെ വീണ്ടും ആകാശത്തേക്ക് പറക്കും. ലോകത്ത് നിർമ്മിക്കുന്ന ഓരോ എയർക്രാഫ്റ്റിനും സ്വന്തം യൂണിക് സീരിയൽ നമ്പർ ഉണ്ട്. മനുഷ്യരുടെ ഫിംഗർ പ്രിൻറ്റ്സ് പോലെ 2 വിമാനങ്ങൾക്കും ഒരേ സീരിയൽ നമ്പർ ഉണ്ടാകില്ല. അതുമാത്രമല്ല, വിമാനത്തിലെ ഓരോ പ്രധാന ഭാഗത്തിലും സ്വന്തം ഐഡന്റിഫിക്കേഷൻ ഉണ്ട്. വർഷങ്ങൾ കഴിഞ്ഞാലും ആ ഭാഗം എപ്പോൾ നിർമ്മിച്ചു, എവിടെ നിർമ്മിച്ചു, ഏത് വിമാനത്തിൽ ഉപയോഗിച്ചു, എപ്പോൾ മാറ്റി എല്ലാം രേഖപ്പെടുത്തിയിരിക്കും. ഇതാണ് പാർട്സ് ട്രേസബിലിറ്റി. ഒരു ജെറ്റ് എഞ്ചിൻ ജീവിതകാലം മുഴുവൻ അതേപടി പ്രവർത്തിക്കില്ല. നിശ്ചിത ഇടവേളകളിൽ ഇവ പൂർണ്ണമായി ഓവർഹോൾ ചെയ്ത് വീണ്ടും സർവീസിലേക്ക് മടങ്ങും. ശരിയായ മെയിൻ്റെനൻസ് ലഭിച്ചാൽ ഒരു പാസഞ്ചർ എയർക്രാഫ്റ്റ് 20 മുതൽ 30 വർഷത്തിലധികം സുരക്ഷിതമായി സർവീസിൽ തുടർന്നേക്കാം. ചില മോഡലുകൾ അതിലും കൂടുതൽ വർഷങ്ങൾ പറക്കാറുണ്ട്. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ജനിച്ച ലക്ഷക്കണക്കിന് ഭാഗങ്ങളും ആയിരക്കണക്കിന് എഞ്ചിനീയേഴ്സിൻ്റെ വർഷങ്ങളായുള്ള പരിശ്രമവും കോടിക്കണക്കിന് മണിക്കൂറുകളുടെ ടെസ്റ്റിങ്ങും ചേർന്നാണ് ഒരു വിമാനം നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. അതിനാലാണ് ഓരോ ടേക്ക് ഓഫും വെറും ഒരു യാത്രയുടെ തുടക്കമല്ല, മനുഷ്യൻ്റെ എഞ്ചിനീയറിംഗിൻ്റെ കഴിവിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈൻ ഔട്ട് ഫ്രം ദിസ് ചാനൽ. ബൈ.